എല്ലാവർക്കും നമസ്തേ. സുനിതയാണ്. ഇന്ന് മീനം രാശിയിലെ 2.4 നക്ഷത്രക്കാർക്ക് 2025 ശനിമാറ്റം എങ്ങനെയൊക്കെയാണ് അനുകൂലമായും പ്രതികൂലമായും സ്വാധീനിക്കുന്നതെന്നാണ് പറയാനായിട്ട് പോകുന്നത്. മീനം രാശിയിലെ 2.4 നക്ഷത്രം പൂരുട്ടാതി കാൽഭാഗം ഉത്രട്ടാതി രേവതിയും അടങ്ങിയതാണ്. മീനം രാശിക്കാർക്ക് 7 ശനിയിൽ ജന്മശനിയുടെ കാലഘട്ടമാണ് ഇനിയുള്ള 2.5 വർഷ കാലഘട്ടത്തോളം. പക്ഷേ ജന്മശനിയുടെ കാലഘട്ടമാണെങ്കിൽ പോലും മീനം രാശിക്കാർക്ക് ഒരുപാടത് ദോഷം ചെയ്യുന്നില്ല. കാരണം മീനം രാശിയുടെ അധിപതിയായ ഗ്രഹമാണ് വ്യാഴം അനുകൂല ഭാവത്തിലാണ് ഈ ഒരു 2 വർഷത്തോളം സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് തീക്ഷ്ണമായ ദോഷഫലങ്ങൾ ചെയ്യാനായിട്ടുള്ള സാധ്യത കുറവാണ്. ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട 4 വിഷയങ്ങൾ: ഫിസിക്കൽ ഹെൽത്ത്, മെൻ്റൽ ഹെൽത്ത്, സാമ്പത്തികം, വ്യക്തിബന്ധങ്ങൾ. ഇത് 4 കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. 5ാം ഭാവാധിപതിയോടൊപ്പം 12ാം ഭാവാധിപതി സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ ഇമോഷണൽ ട്രാൻസ്ഫർമേഷന്, സ്പിരിച്വൽ ട്രാൻസ്ഫർമേഷന് ഈ കാലഘട്ടത്തിൽ ഉണ്ടാവാം. സ്പിരിച്വൽ ട്രെയിനേഴ്സിനും ഈ കാലഘട്ടം അനുകൂലമാണ്. തൊഴിൽ സാധ്യതയും തൊഴിൽ അഭിവൃദ്ധിയും ഉണ്ട്. വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്കും ഗവേഷണ വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ്. വിദേശത്ത് പഠിക്കുന്നവർക്കും അനുകൂലം തന്നെയാണ്. സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സും ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ്സും നടത്തുന്നവർക്ക് അനുകൂലം തന്നെയാണ്. പൊതുവേ തന്നെ മീനം രാശി എന്താ പറയുന്നത്, ജലചര ധനഭോക്ത എന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് തന്നെ പൊതുവേ മീനം രാശിക്കാർക്ക് ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ്സൊക്കെ നല്ലത് തന്നെയാണ്. ഈ കാലഘട്ടത്തിലും അനുകൂലം തന്നെയാണ്. കൺസ്ട്രക്ഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ വർഷം ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും 2026 പകുതിക്ക് ശേഷം അത് വിൽക്കുന്നതിനും അനുകൂലമാണ്. പുതിയ വാഹനം വാങ്ങുന്നതിന് അനുകൂലമാണ് ഈ കാലഘട്ടം. കിട്ടും എന്നൊക്കെ കരുതിയിട്ട് കിട്ടാതിരുന്ന പല വിഷയങ്ങളും മെയ് മാസത്തിന് ശേഷം അതൊക്കെ നമുക്ക് നേടിയെടുക്കാനായിട്ട് കഴിയും. പാർട്ട്ണർഷിപ്പ് അനുകൂലമല്ല. വീട് വെച്ച് ഓടിയെടുക്കുന്നതിനോ ലോൺ എടുക്കുന്നതിനോ ഒക്കെ റിസ്ക് ഉണ്ട്. ഈ കാലഘട്ടത്തിൽ നമുക്ക് കൃത്യമായിട്ട് തിരിച്ചടവ് സാധ്യമാണോ എന്നൊക്കെ നമ്മൾ പരിശോധിച്ചിട്ട് മാത്രമേ, പൂർണ്ണമായി വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രോപ്പർട്ടി അഗൻസ്റ്റ് ലോണ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്, അതൊക്കെ എടുക്കുന്നതിന് കുറച്ച് റിസ്ക് ഉണ്ട്. അത് ശ്രദ്ധിക്കുക. പക്ഷേ വീട് വാങ്ങാനായിട്ട് നമുക്ക് ലോൺ എടുക്കുകയും ചെയ്യാം എന്നുള്ളതാണ്. നിങ്ങൾ കടം കൊടുത്തിരുന്ന ക്യാഷിന് പകരമായിട്ട് ഇപ്പോൾ വ്യക്തികൾ തമ്മിലുള്ള ധന ഇടപാടുകളിൽ ദീർഘനാളായി ധനം കടം കൊടുത്തിരുന്ന എമൗണ്ട് തിരിച്ച് കിട്ടാതിരിക്കും. എന്നാൽ കടം വാങ്ങിയ വ്യക്തി ചിലപ്പം അസറ്റായിട്ട് തിരിച്ചു തരാനായിട്ടുള്ള സാധ്യതയും ഉണ്ട് ഈ കാലഘട്ടത്തിൽ. അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂവിനേക്കാളും നമ്മൾ കൂടുതൽ ധനം ചെലവഴിച്ച് പ്രോപ്പർട്ടിയൊക്കെ വാങ്ങാനുള്ള ഒരു യോഗവും ഉണ്ടെന്ന് പറയാം. സാമ്പത്തിക ബാധ്യതകളും അമിത ചെലവുകളും ഒക്കെ ഉണ്ടാവാം. ലോൺ എടുത്ത് വീട്, പ്രോപ്പർട്ടി, വാഹനം ഇതൊക്കെ വാങ്ങുന്നതിന് അനുകൂലമാണ്. ഹൈ റിസ്ക് ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ ഒഴിവാക്കണം. സഹോദരങ്ങൾക്കും സന്താനങ്ങൾക്കും വേണ്ടി അധിക ധനം ചെലവഴിക്കേണ്ടിയായിട്ട് വരാം. വിദ്യാഭ്യാസത്തിനും പുരോഗതിക്കുമായി ധനം ചെലവഴിക്കും. സന്താനങ്ങൾക്കും സഹോദരങ്ങൾക്കും ദൂരദേശവാസം ഉണ്ടാകും. അവനവനും ദൂരദേശവാസം ഉണ്ടാകാനുള്ള യോഗമുണ്ട്. അധികമായ ഉത്തരവാദിത്തങ്ങളും അമിതമായ മാനസിക പിരിമുറുക്കങ്ങളും ഉണ്ടാകാം. മാനസിക പിരിമുറുക്കം റൊട്ടീൻ വർക്ക്സിനെയൊക്കെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അഫെയറൊക്കെ ഉണ്ടെങ്കിൽ ചില വിള്ളലുകളൊക്കെ ഉണ്ടാകാം. അത് കാരണം മാനസിക സമ്മർദ്ദത്തിലോട്ടൊന്നും പോകാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും മെച്യൂരിറ്റിയും തിരിച്ചറിവും പക്വതയുള്ള മനോഭാവവും ഉണ്ടാവും. സ്പൗസിൻ്റെ ആരോഗ്യപരമായ കാര്യത്തിലൊക്കെ ശ്രദ്ധ ഉണ്ടാവേണ്ടതാണ്. സ്പൗസിനോട് ഇമോഷണൽ ബോണ്ടിങ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഈ കാലഘട്ടത്തിൽ തുറന്ന് സംസാരിക്കാനും കേൾക്കാനും ഉള്ളൊരു മനസ്സ് പരസ്പരം ഉണ്ടാവണം എന്നുള്ളതാണ്. തൊഴിൽപരമായ ഉയർച്ചയും എന്നാൽ ഉത്കണ്ഠയും ഉണ്ടാകും. ഉത്തരവാദിത്തങ്ങൾ കൂടും. കർമാധിപതി കർമ്മഭാവത്തെയും 8, 12 ഭാവങ്ങളെയും വീക്ഷിക്കും. 11, 12 ഭാവാധിപതി ഭാവത്തെ വീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. വിദേശത്ത് ജോലി കിട്ടാനുള്ള യോഗം ഈ കാലഘട്ടത്തിലുണ്ട്. തൊഴിൽ മാറ്റങ്ങൾ ഉണ്ടാവാം. പക്ഷേ തൊഴിലില്ലാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. ഉണ്ടാവാതിരിക്കില്ല എന്നുള്ളത് തന്നെയാണ്. മീനം രാശിക്കാർക്ക് ബുദ്ധിപരമായി പ്രശ്നങ്ങളെ പരിഹരിക്കുന്നവരാണ്. ഈ സമയം മാനസിക സമ്മർദ്ദങ്ങളൊക്കെയും ഉണ്ടാകാം. എങ്കിലും ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുകയും ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്കുമൊക്കെ നേട്ടം ഉണ്ടാകും. വീട് വയ്ക്കാനോ നിലവിലെ വീട് മോടി പിടിപ്പിക്കാനോ സാധിക്കും. ക്ഷേത്രത്തിനോ ആരാധനാലയത്തിനോ അടുത്തായി വീട് പണിയാനൊക്കെയുള്ള
സാധ്യതയുണ്ട്. ചെറിയ കുട്ടികളാണെങ്കിൽ അവരുടെ അമ്മയ്ക്ക് തൊഴിലവസരങ്ങളും ഉയർച്ചയുണ്ടാകുന്ന സമയമാണ്. എന്നാൽ ഈ നക്ഷത്രത്തിലുള്ള കുട്ടികളാണെങ്കിൽ ഡേ കെയറിലോ മെയ്ഡിനെയൊക്കെ ഏൽപ്പിച്ചിട്ട് പാരൻസ് ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ സ്നേഹത്തോടെ കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് ഈ മെയ്ഡോ ഡേ കെയറിലോ ഒക്കെ സ്നേഹത്തോടെ ആണ് കൈകാര്യം ചെയ്യുന്നതെന്നൊക്കെ ഉറപ്പുവരുത്തണം എന്നുള്ളതാണ്. അപ്രതീക്ഷിതമായ ചിലവുകളൊക്കെ ഉണ്ടാകാം ഈ കാലഘട്ടത്തിൽ. ക്ഷമയോടെയും അച്ചടക്കത്തോടെയും ഈ കാലഘട്ടത്തെ നമ്മൾ സമീപിക്കേണ്ടതായിട്ട് ഉണ്ട്. ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ച് ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂലം തന്നെയാണ്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും കെയറർ വിസയിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഓൾഡ് ഏജ് ഹോമിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ അനുകൂലം തന്നെയാണ്. മീനം രാശിക്കാർക്ക് ജന്മശനി പൂർണ്ണമായും ദോഷം ചെയ്യില്ല. വ്യാഴ അനുകൂലമാണ്. ജീവിത അനുഭവങ്ങൾ കൊണ്ട് പക്വതയും അച്ചടക്കവും സംയമനം പാലിക്കുന്ന നിലപാടുകളും കാഴ്ചപ്പാടുകളും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. യൂറിക് ആസിഡ്, ESR, ആർത്രൈറ്റീസ്, അസ്ഥി സംബന്ധമോ സന്ധികൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട രോഗപീഠകൾ ഉണ്ടാവാം. അലർജിക് ഇഷ്യൂസ്, ഇത്തരത്തിലെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ഇതൊക്കെ നിലവിലുള്ളവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ്. പൊതുവിൽ ആത്മീയ ചായ്വ് പൊതുവെ മീനം രാശിക്കാർക്കുണ്ട്. ഈ കാലഘട്ടത്തിൽ ആത്മീയമായ വിഷയങ്ങൾ കൂടുതൽ താല്പര്യം വർദ്ധിക്കുകയൊക്കെ ചെയ്യും. നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷനുമായിട്ട് കണക്റ്റഡ് ആയിട്ട് പ്രവർത്തിക്കാനോ ഒക്കെയുള്ള സാധ്യത ഉണ്ടെന്ന് പറയാൻ പറ്റും. ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇല്ലാത്ത വ്യക്തികൾ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസിന് വേണ്ടി ശ്രമിക്കേണ്ടതാണ്. അത് ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യും. ചന്ദ്രഭവനാധിപതിക്ക് കർമാധിപത്യമുണ്ട്. ലൈഫ് ലോങ് കർമ്മവും കർമ്മത്തിൽ നിന്നുള്ള ഗുണവും കൊണ്ട് ജീവിക്കാൻ കഴിയുന്നവരാണ് മീനം രാശിക്കാർ. അതുകൊണ്ട് തന്നെ മാത്രമല്ല ഈ കാലഘട്ടത്തിലെ കർമാധിപതിയായ ഗ്രഹം കർമ്മഭാവത്തെ വീക്ഷിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ജോലി കിട്ടാനും തൊഴിൽ പുരോഗതിക്കും ഒക്കെയുള്ള യോഗം വളരെ ശക്തമായി ഉണ്ട് താനും. പക്ഷെ മാനസിക പിരിമുറുക്കം അപ്പോൾ ഉണ്ടാവുകയും ചെയ്യും. ഫൈനാൻഷ്യൽ സ്ട്രെസ് ഉണ്ടാകും. തൊഴിൽ സാധ്യതയും തൊഴിൽ പുരോഗതിയും ഉണ്ടാവും. ഫൈനാൻഷ്യൽ സ്ട്രെസ് ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ജോലി ചെയ്യണം, കാശുണ്ടാക്കണം. ജോലിയിലും സ്ട്രെസ് ഉണ്ടാവണം. അത് നമ്മൾ മാനേജ് ചെയ്തേ പറ്റൂ ഈ ഒരു കാലഘട്ടത്തിൽ. കംപ്ലീറ്റ് ആയിട്ടൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സമയമല്ല. ഫൈനാൻഷ്യൽ സ്ട്രെസ് ഒഴിവാക്കാനായിട്ടുള്ള മാർഗങ്ങളൊക്കെ നമുക്കുണ്ടാവും. പക്ഷേ ജോലിയിൽ സ്ട്രെസ് നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർ വളരെ ശ്രദ്ധിച്ച് മാത്രമേ മാറാൻ പാടുള്ളൂ. കേതു ദശാകാലഘട്ടം നടക്കുന്ന വ്യക്തികൾ, അതായത് എസ്പെഷ്യലി ഉത്രട്ടാതി നക്ഷത്രക്കാർക്കൊക്കെ ആണെങ്കിൽ അവരുടെ യൗവന കാലഘട്ടത്തിൽ കേതു ദശാകാലഘട്ടമായിരിക്കും ഒക്കെ നടക്കാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള വ്യക്തികൾ ജന്മശനിയുടെ 7.5 ശനിയിൽ ജന്മശനിയുടെ കാലഘട്ടം കൂടെയാണ്. അവർക്കിപ്പം സാലറി റിവൈസ് ചെയ്യുന്നില്ല, അല്ലെ സാലറി കൂടുന്നില്ല എന്നൊക്കെയുള്ള പരാതി മാത്രമാണുള്ളതെങ്കിൽ നിങ്ങൾ ജോലി മാറാൻ ശ്രമിക്കരുത്. ഇപ്പോൾ നിൽക്കുന്ന ജോലിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു പോകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷെ അല്ലാത്ത വ്യക്തികൾ ഇപ്പം ബുധദശ കാലഘട്ടത്തിൽ ഒക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് ജോലി മാറുന്നതിനും തെറ്റില്ല എന്ന് പറയാൻ പറ്റും. ജോലി ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. മിസ്റ്റേക്സ് ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നവർ ഒരു നിശ്ചിതമായ സമയപരിധിയിൽ ഒരു പുതുതായിട്ട് ഇപ്പം നമ്മളൊരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നുണ്ട്. കമ്പനി പറയുകയാണ് അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയർ പറയുകയാണ് ഒരു പർട്ടിക്കുലർ ടാർഗറ്റ് അച്ചീവ് ചെയ്യണം എന്നൊക്കെയുള്ള നിബന്ധനകൾ വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെക്കൊണ്ട് അതൊക്കെ അംഗീകരിക്കുന്നതിന് മുമ്പ് നിങ്ങളെക്കൊണ്ട് അത് കഴിയുന്നതാണോ എന്നൊരു ആത്മപരിശോധന നടത്തിയ ശേഷം മാത്രമേ അത് അംഗീകരിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അല്ലെങ്കിൽ പൊതുവിൽ ഈ കാലഘട്ടത്തിൽ കുറച്ച് സ്ട്രെസ്സ് കൂടുതലായിരിക്കും. അനാവശ്യമായ കമ്മിറ്റ്മെൻറ്റ്സ് കാരണം സ്ട്രെസ് ഉണ്ടാക്കാനായിട്ട് നിൽക്കരുത്. ഫ്രഷേഴ്സിനൊക്കെ പുതിയ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന, നിങ്ങളെ കോൺഫിഡൻസിനെ തകർക്കുന്ന തരത്തിലുള്ള വിമർശിക്കുന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യാതിരിക്കുന്നതാണ് ഭംഗി. ആ സാഹചര്യത്തിൽ വേറെ ജോലിക്ക് ശ്രമിക്കണം എന്നുള്ളതാണ് കാര്യം. നിങ്ങളുടെ ഈ മീനം രാശിക്കാർക്ക് പൊതുവേ വളരെ നല്ല രീതിയിൽ കരിയർ ഡെവലപ്പ് ചെയ്യാനും നിങ്ങളുടെ കോൺഫിഡൻസിലും നിങ്ങളുടെ നോളജിലും നിന്നിട്ട് ഒത്തിരി കരിയർ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്ന ആൾക്കാരാണ്. അപ്പോൾ ഫ്രഷേഴ്സ് ആയിരിക്കുമ്പോൾ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തെ അവരെ മനസ്സിനെ മടുപ്പിക്കുന്ന സിറ്റുവേഷൻസ് അവിടെ ആവുകയാണെങ്കിൽ അത് പ്രത്യേകിച്ച് ഇപ്പോൾ ജന്മശനിയുടെ കാലഘട്ടം കൂടെ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്.
അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് അതിനകത്തൊരു കുറ്റബോധവും ആവശ്യമില്ല. അങ്ങനെയുള്ള നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന, നമ്മുടെ കഴിവുകളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയോടൊപ്പം അധികമായിട്ട് ഒരുപാട് വർക്ക് പ്രഷർ ഉള്ളിടത്ത് നിന്ന് ഫ്രഷേഴ്സിനെയാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ ഒത്തിരി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ അല്ല പറഞ്ഞത്. ഫ്രഷേഴ്സ് അതിൽ നിന്ന് ആ ജോലി ഉപേക്ഷിച്ച് വേറെ ജോലിക്ക് ശ്രമിക്കുന്നതാണ് നല്ലത്. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താം. പ്രോപ്പർട്ടി വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല പ്രോഫിറ്റബിളായി വിറ്റുപോകാൻ സാധ്യതയുള്ള മാസം നവംബർ മാസമാണ് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ. നമ്മുടെ കാഴ്ചപ്പാടിലെ പ്രശ്നങ്ങൾ കൊണ്ടും വേണ്ടപ്പെട്ടവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ അവരുമായിട്ട് ഒരുപാട് അടുക്കുന്നതിന് മുമ്പ് നന്നായി മനസ്സിലാക്കണം എന്നുള്ളതാണ്. അമിതമായ ഉത്കണ്ഠ, ഭയം, ഒറ്റപ്പെടൽ ഇതൊക്കെ നമുക്ക് ഈ കാലഘട്ടത്തിൽ വന്നുപെട്ടേക്കാം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിനെ മാനേജ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? മെഡിറ്റേഷൻ, എൻ്റർടൈൻമെൻറ്റ്സിലൊക്കെ അതിനൊക്കെ സമയം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമുക്ക് സെൽഫ് ലവ് വേണം, വെൽ ട്രസ്ഡ് ആയിരിക്കണം. നമുക്ക് നമ്മളെ കണ്ടാൽ തന്നെ ഒരു റെസ്പെക്റ്റ് തോന്നണം, ഒരു ഇംപ്രഷൻ തോന്നണം. ദയ, എമ്പതി, ഹ്യൂമർ, ഇൻ്റലിജൻസ് ഇതെല്ലാം നമുക്ക് ഉണ്ട് അടിസ്ഥാനപരമായിട്ട്. ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുമ്പോൾ നമുക്ക് അവിടെ ഉണ്ടാകുന്ന ഒരു വിഷയം, ഒരു സോഷ്യൽ അട്രാക്റ്റീവ്നെസ് അവിടെ ഉണ്ടാവും. നമുക്കും നമ്മളോട് ഇടപെടുന്ന വ്യക്തികൾക്കും ഒരു സ്ട്രെസ്സ് കുറഞ്ഞിരിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. നല്ല ആശയവിനിമയത്തിലൂടെയും വിട്ടുവീഴ്ചകൾ ചെയ്യുന്നതിലൂടെയും ബന്ധങ്ങൾ നിലനിർത്താനായിട്ട് കഴിയും. ആൻസൈറ്റി കുറയും. സ്പൗസുമായി ചില തെറ്റിദ്ധാരണകളും പ്രശ്നങ്ങളും ഉണ്ടാകാം. ബാധിച്ച് ജയിക്കാനായിട്ട് ഈ സമയത്ത് ശ്രമിക്കരുത്. പരസ്പരം തുറന്നു പറഞ്ഞും അംഗീകരിച്ചും പരസ്പരം കേൾക്കാനും ഒക്കെ ശ്രമിക്കുക. സ്വന്തം ആരോഗ്യവും സ്പൗസിൻ്റെ ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കുകയും വേണം. പുതിയ ബിസിനസ് സംരംഭങ്ങൾ, നിക്ഷേപങ്ങൾ ഇതിലൊക്കെ ധനം നിക്ഷേപിക്കുന്നതിന് മുമ്പായിട്ട് എത്രത്തോളം സാധ്യതയുണ്ടെന്ന് കൃത്യമായി പഠിച്ചിട്ട് നിക്ഷേപിക്കാനായിട്ട് പാടുള്ളൂ എന്നുള്ളതാണ്. കാരണം നഷ്ടഭാവത്തിൻ്റെ അധിപതിയായ ഗ്രഹമാണ് നമ്മളെ ജന്മരാശിയിൽ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലാഭസ്ഥാനത്തിൻ്റെ ആധിപത്യവും ശനിക്കുണ്ട്, നഷ്ടഭാവത്തിൻ്റെ ആധിപത്യവും ഉണ്ട്. കർമാധിപതി നഷ്ടഭാവത്തിലോട്ട് വീക്ഷണവും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റുകൾ നല്ലതാണ് എന്നും പറയാം. പഠിക്കുന്ന കുട്ടികൾ ചിട്ടയോടെ പഠിക്കാൻ ശ്രമിക്കണം. ബുദ്ധിഭാവം ഭരിക്കുന്ന ഗ്രഹം നമ്മുടെ ജാതകത്തിൽ ഏത് രാശിയിലാണോ നിൽക്കുന്നത്, ഏത് രാശിയിലാണ് നിൽക്കുന്നത്, മീനം രാശിയിലാണ് നിൽക്കുന്നത് അല്ലേ, നിൽക്കുന്നത് ആ രാശിയിലാണ് ശനി സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമിത ഉത്കണ്ഠ ഉണ്ടാവാം. ഉത്കണ്ഠ കുറയ്ക്കാനായിട്ട് എന്ത് ചെയ്യണം? കൃത്യനിഷ്ഠയോ പഠിക്കുന്ന കുട്ടികൾ നമുക്ക് എപ്പോഴാണ് ടെൻഷൻ ഉണ്ടാകുന്നത്? ഇങ്ങനെ കൂട്ടി വെച്ച് പഠിക്കുമ്പോൾ അല്ലേ, പിന്നെ എല്ലാം കൂടെ ഒരു പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അല്ലേ ഉത്കണ്ഠ കൂടുതലുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ കൂട്ടി വെച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അന്നെന്നുള്ളത് അന്നന്ന് പഠിച്ചു പോവുക, ക്ലിയർ ആയിട്ട് പഠിച്ചു പോവുക. കൃത്യനിഷ്ഠയോടെ പഠിക്കാനും ഒരു തറവ് നോളജ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാനും ശ്രമിക്കണം എന്നുള്ളതാണ്. എൻഡ് റിസൾട്ടിനെ പറ്റി ചിന്തിക്കുകയോ വേണ്ട. പഠിക്കേണ്ടത് കൃത്യമായി പഠിച്ചു പോയാൽ മാത്രം മതി. അങ്ങനെ എൻഡ് റിസൾട്ടിനെ കുറിച്ചുള്ള ചിന്തകൾ, അമിത ചിന്തകൾ, ഞാൻ എന്താകും എന്നുള്ള അമിതമായ ആവേശം ഇതൊക്കെ ഉത്കണ്ഠ വർദ്ധിപ്പിക്കും. അതൊന്നും ചിന്തിക്കേണ്ട. പഠിക്കേണ്ട കാര്യം അവനവൻ്റെ അന്നത്തെ ജോലി മാത്രം ചെയ്തു പോയാൽ മതി എന്നുള്ളതാണ്. ഗവേഷണ വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ഈ കാലഘട്ടം. അഡോളസെൻസ് ഏജ് ഗ്രൂപ്പിൽ പെടുന്ന കുട്ടികളിൽ അഫെയറോ ബ്രേക്കപ്പോ ഒക്കെ വന്ന് പെട്ടുപോയാൽ മനസ്സിനെ ഒരുപാട് ബാധിക്കാതെ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിനെ ഒരുപാട് ബാധിക്കാതെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. മാനസിക പിരിമുറുക്കത്തിലോട്ട് പോകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ കൗൺസിലേഴ്സിനെ എന്നെ സമീപിക്കേണ്ടതായിട്ടും ഉണ്ട്. അല്ലെങ്കിൽ അത്രത്തോളം വിശ്വസിക്കാൻ പറ്റുന്നവരോട് തുറന്നു പറയുക എന്നുള്ളതാണ്. മനസ്സിലിട്ട് കൂട്ടി നമ്മൾ പഠിത്തത്തെ ബാധിക്കാൻ സമ്മതിക്കരുത്. ഇതൊന്നും തന്നെ ഇങ്ങനെയൊക്കെയുള്ള ചില സിറ്റുവേഷൻസൊക്കെ ഉണ്ടായി വന്നേക്കാം, അതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണം. പക്ഷേ അതൊന്നും തന്നെ പഠിത്തത്തെ ബാധിക്കാതെ, ഇതൊക്കെ സ്വാഭാവികമാണ്, ഈ സമയത്ത് ചിലപ്പോൾ ഉണ്ടായി പോവും. പക്ഷെ അതൊന്നും പഠിത്തത്തെ ബാധിക്കാതെ നമ്മൾ ആ സ്ട്രെസ് മാനേജ് ചെയ്യാനായിട്ടുള്ള ഒരു സ്കില്ല് നമുക്കുണ്ടാവണം. നമ്മുടെ ഫ്രണ്ടിലോട്ട് ഒരുപാട് കാലഘട്ടങ്ങളുണ്ട്, അതൊക്കെ മനോഹരമാക്കി കൊണ്ടുപോകണം എന്നുള്ളൊരു ബോധവും പ്രതീക്ഷയും നമുക്ക് നിലനിർത്തണം എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് മീനം രാശിക്കാർക്ക് ഉണ്ടാകുന്ന ശനി മാറ്റം കൊണ്ടുണ്ടാകുന്ന കുറച്ച് ഫലം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനിയും കാണാം. ബൈ.